നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ പദ്ധതിയാകുന്നു. നിങ്ങളുടെ നാളെ സെപ്റ്റംബർ 7-ാം തീയതി ശനിയാഴ്ച, അതായത് 1200 ചിങ്ങമാസം 22-ാം തീയതി ശനിയാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്ക് സുപരിചിതമാകുന്നു. 9 മണി മുതൽ 10:30 വരെയുള്ള സമയമാകുന്നു. ശനിയാഴ്ചത്തെ സൂര്യോദയം കാലത്ത് 6:18-നും അസ്തമയം വൈകിട്ട് 6:27-നുമാകുന്നു തൃശ്ശൂരിൽ. അതിനാൽ രാഹുകാലം നിങ്ങൾക്ക് കാലത്ത് 9:18 മുതൽ 10:48 വരെയുള്ള സമയമായി ക്ലിപ്തപ്പെടുത്താവുന്നതാണ്. നാളെ നക്ഷത്രം കാലത്ത് 12:30 വരെ ചിത്ര നക്ഷത്രമാകുന്നു. 12:30-ന് ശേഷം ചോതി നക്ഷത്രവും. നാളത്തെ തിഥി ചതുർത്ഥി തിഥിയാകുന്നു. ശുക്ലപക്ഷത്തിലെ വെളുത്തപക്ഷത്തിലെ ചിങ്ങമാസത്തിലെ ചതുർത്ഥി തിഥിയാകുന്നു. നാളെ തിഥിക്കൊരു വലിയ പ്രത്യേകതയുണ്ട്. നാളെ വിനായക ചതുർത്ഥിയാകുന്നു. ഭാദ്രപദ മാസത്തിലെ അഥവാ ചിങ്ങമാസത്തിലെ ചതുർത്ഥി തിഥിയാകുന്നു വിനായകൻ്റെ ജന്മദിനം. വിനായകരുടെ നക്ഷത്രം അത്തം നക്ഷത്രമാണെന്ന് നിങ്ങൾക്കറിയാം. ഗണേശോത്സവം അഥവാ വിനായക ചതുർത്ഥി ലോകമെങ്ങും ഹിന്ദുക്കൾ ആരാധിച്ചു വരുന്നു. അതിനാൽ നാളത്തെ ദിനം ഗണപതിക്ക് പ്രിയപ്പെട്ട മോദകം, അവൽ, ശർക്കര, കറുകപ്പുല്ലുകൊണ്ട് മാലയായി ഗണപതിയെ ചമയിക്കാനും മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ ഗണപതിക്ക് സ്വാദിഷ്ടമായ ഭക്ഷണ വിഭവങ്ങൾ ഒരുക്കുവാനും പ്രിയപ്പെട്ട ഗണപതി ഭക്തർ മത്സരിക്കുന്ന ദിനമായിരിക്കും. ഇന്ത്യയിൽ പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലാണ് ഏറ്റവും അധികം ഗണേശോത്സവം ഒരു വലിയ ഉത്സവ പെരുമയോടുകൂടി ആഘോഷിച്ചു വരുന്നത്. ചതുർത്ഥി നാളിൽ തുടങ്ങി ആനന്ദ ചതുർദശി വരെയുള്ള 10 ദിവസവും 11-ാം ദിവസം ജല നിമജ്ജനവും ചെയ്യുന്ന ഒരു മഹത്തായ കർമ്മമാകുന്നു ഗണേശോത്സവം അഥവാ വിനായകോത്സവം. ജലത്തിൽ അല്ലെങ്കിൽ കടലിൽ നിമജ്ജനം ചെയ്യപ്പെടുന്ന ഗണപതി ഉയർത്തെഴുന്നേറ്റ് തൻ്റെ മാതാപിതാക്കളുടെ അടുത്ത് കൈലാസത്തേക്ക് പോകുന്നു എന്ന ഉത്തമ വിശ്വാസമാണ് ഇതിന് പുറകിലുള്ള ചരിത്രവും ഐതിഹ്യവും. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട ഗണപതി ഭക്തർ ഈ ദിനത്തെ, വിനായക ചതുർത്ഥി ദിനത്തെ സമുചിതമായി ആഘോഷിക്കുമെന്ന ശുഭ പ്രതീക്ഷയിലാണ് ഞാൻ. 12:30 കഴിഞ്ഞാൽ ചോതി നക്ഷത്രമാകുന്നു. ചോതി നക്ഷത്രം എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്ന നക്ഷത്രമാകുന്നു. പക്ഷേ നാളത്തെ തിഥി അങ്ങേയറ്റം ദുർബലമായ ചതുർത്ഥി തിഥിയാകുന്നു, ഒഴിഞ്ഞ തിഥിയാകുന്നു. അതിനാൽ സാമ്പത്തികമായ ഇടപെടലുകൾക്ക് നാളത്തെ ഉച്ചവരെയുള്ള സമയം ഒരിക്കലും അനുകൂലമല്ല. പ്രത്യേകിച്ച് ചിത്ര നക്ഷത്രം വാങ്ങുവാനും കൊടുക്കുവാനും നാം സ്വീകരിക്കാത്ത നക്ഷത്രമാകുന്നു ചിത്ര. കൃത്രിക ഭാഗ്യ മൂലാശ്ച മകാ ചിത്രാച്ച രേവതി. കാർത്തിക, ഉത്രം, മൂലം, മകം, ചിത്ര, രേവതി ഈ നക്ഷത്രങ്ങൾ വാങ്ങുവാനും കൊടുക്കുവാനും പറ്റാത്ത നക്ഷത്രങ്ങളാണ്. ആദാതവ്യം ന ദാതവ്യം, വാങ്ങരുത് കൊടുക്കരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തശേഷം തു വിനശ്യതി, അതിൻ്റെ അവസാനവും നശിക്കുന്നു എന്നാണ് പറയുന്നത്. അതിനാൽ ചതുർത്ഥി തിഥി നാളെ വൈകിട്ട് 6:15 വരെയുണ്ട്. അതിനാൽ വിശേഷപ്പെട്ട യാത്രകൾക്കും ധനപരമായ ഇടപാടുകൾക്കും നാളത്തെ ദിനം ഒരു മുഹൂർത്തവും ഡോക്ടർ മാരാർജി നിങ്ങൾക്ക് നൽകുന്നില്ല. ഏതായാലും കാലത്ത് വിനായകൻ്റെ ക്ഷേത്ര ദർശനം നടത്തി അവിടെ ഗണപതി ഹോമം അല്ലെങ്കിൽ ചെറിയ മക്കൾക്ക് വേണ്ടി കർഗഹോമമൊക്കെ ചെയ്ത് നാളത്തെ ദിനത്തെ ധന്യമാക്കുക. ഗണപതി ബപ്പ മോദയ എന്ന ആ അഖണ്ഡമായ നാദം എനിക്കിപ്പോഴും എൻ്റെ കാതുകളിൽ പ്രതിധ്വനിക്കുകയാണ്. വളരെ വർഷം ബോംബെയിൽ ജീവിച്ച എനിക്ക് ഈ ഗണപതി മഹോത്സവം ഒരു വലിയ അത്ഭുതകരമായി തോന്നിയിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ അതിൻ്റെ അലയൊലികളൊക്കെ നാം കണ്ടു തുടങ്ങുന്നു. ഇന്ന് കേരളത്തിലും ഗണേശോത്സവം സമുചിതമായി ആഘോഷിക്കുന്നു. എങ്കിലും മഹാരാഷ്ട്രയിലെ ആ ഗണേശോത്സവം, വിനായക ഉത്സവം ഒരു സംഭവം തന്നെയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ഉത്തമമായ വിനായക ചതുർത്ഥി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.